ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയിലേക്ക് ഈ ഒരു സൂത്രം ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റുള്ള പാലപ്പം, ഇഡ്ഡലി, ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈസ്റ്റോ സോഡാക്കാരോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സൂത്രം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. മാവ് നന്നായിട്ട് പൊങ്ങാനും നല്ല സോഫ്റ്റുള്ള അപ്പവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ ഒരു നല്ല സോഫ്റ്റുള്ള പാലപ്പം, ഇഡ്ഡലി, അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിതാ 2.5 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തലേന്ന് ദോശ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 2 തവി മാവ് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് ഈ ഒരു അരിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ ഈ ഒരു അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ 2 ദിവസം മുന്നത്തെ ദോശമാവായാലും പ്രശ്നമല്ലേ. ഇതുപോലെ ഫുള്ളങ്ങോട്ട് 2 തവി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് അരി മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് അപ്പകാരോ പിന്നെ അതല്ല ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടും ചെയ്യും. നല്ല സോഫ്റ്റുള്ള പാലപ്പം, ഇഡ്ഡലി പിന്നെ അതല്ല അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ. ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ജാറെടുത്തിന് ഈ ഒരു അരി 2 ഭാഗമാക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഫസ്റ്റിലെ ഭാഗം 3/4 ഭാഗം ഞാൻ ഫസ്റ്റിൽ അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 തവി ചോറാട്ട ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 1/2 തവി ചോറാട്ട ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ബാക്കി വന്ന അരിയും കൂടി ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. കൈ വെച്ചിട്ടും തവി വെച്ചിട്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. അപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയിട്ടു ഈ ഒരു ബബിൾസ് ഇങ്ങനെ ആയിട്ടുള്ള ഈ ഒരു മാവ്. ഇനി ഞാൻ 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പതപതായിട്ട് ആ ഒരു പൊങ്ങി കിട്ടിയാണ് കേട്ടോ. ഇനി ഒരുപാട് ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടേ. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതെല്ലാവരും മാവിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇനി ഒരു പാലപ്പച്ചട്ടി ഞാനിതാ അടുപ്പത്ത് വെച്ചിന്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷം കേട്ടോ മൂടി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റുള്ള പാലപ്പം റെഡി ആയിന്. നല്ല പൊങ്ങ് പോലത്തെ പാലപ്പാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പകാരോ പിന്നെ അതിലെ തേങ്ങ, ഈസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആ ഒരു ബാക്കി വന്ന ദോശമാവ് മാത്രം മതി. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. എളുപ്പമാണ് രാവിലെ കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. തലേന്ന് രാത്രി അങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി പൊങ്ങി കിട്ടേ. ഇതുപോലെ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷം കേട്ടോ മൂടി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു പൊങ്ങ് പോലെയുള്ള ഒരു സോഫ്റ്റുള്ള ഈ ഒരു പാലപ്പം റെഡി ആയിക്കിട്ടെ. ഇനി നിങ്ങൾക്ക് ഇത്ര നെരച്ചിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ ഒരു ടൈമിൽ ഈ ഒരു പാലപ്പത പെട്ടെന്ന് എടുക്കാൻ കഴിയേ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ മാവ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അങ്ങനെ നമുക്ക് പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതാ കുറച്ച് കട്ടിയിൽ വേണ്ടിട്ട് ഈ ഒരു അപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ മൂടി വെച്ചിട്ട് കണ്ടില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നല്ല സോഫ്റ്റുള്ള അപ്പം റെഡി ആയിണേ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു അപ്പത്തിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പമാണ് ഈ ഒരു മാവോട്ട്. കണ്ടില്ലേ കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ബബിൾസ് വരുന്നതിന് ശേഷം കേട്ടോ മൂടി വെക്കേണ്ടത്. എളുപ്പമാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ഒരു ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റാണ്. നെയ്യൊക്കെ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു അപ്പം കിട്ടും കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മൾ മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും കൂടി ഞാനിതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു പാനിലേക്ക് തന്നെ ചൂടായതിന് ശേഷം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കട്ടില്ലാതെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് ചുറ്റിച്ചെടുക്കാൻ. ഈ ഒരു സമയത്ത് നമ്മൾ തീയൊന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഇനി തീ ഏറിയെന്ന് കണ്ടാൽ
കുറച്ച് വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തുടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഈ ഒരു തവയിൽ കൂട്ടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്തെടുക്കാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ല സോഫ്റ്റുള്ള നല്ല നെരിച്ചിൽ വന്ന ആ ഒരു മസാല ദോശക്കുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കണ്ടില്ലേ, ഇതേപോലെ തന്നെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമുക്ക് മസാല ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അങ്ങനെ ഓരോന്ന് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട്